എന്താ മോളെ? ഒന്നുമില്ലമ്മേ. ഇതൊന്നും ശീലമില്ലാതെ നടന്നിട്ടാവും. സുജാതേ, രഘു അവിടെ? ഗുഡ് മോർണിംഗ്. രഘു വീട്ടിലില്ലേ? വീട്ടിലുണ്ട്. ഞാൻ എന്താ വരുന്നു. മോളെ, നമ്മുടെ ഒരു അകന്ന ബന്ധുവാ. വാ, ഒന്ന് കണ്ടിട്ട് വരും. നിങ്ങൾ പോയിട്ട് വാ അമ്മേ, ഞാനിവിടെ ഇരുന്നോളാം. വാ നെറ്റേച്ചി, നിങ്ങൾ പോയിട്ട് വാ, വയ്യാത്തോണ്ടല്ലേ. എന്നാ ശരി, മോൾ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ ഇതാ വരുന്നു. ഇരുന്നു. വാ. ആരാധികയ്ക്ക് പാട്ട് കേട്ടു, ഒന്നല്ല 1000 തവണ. ഇതിനേക്കാൾ നന്നായി ആരും ഇത് ചൊല്ലില്ല. ഇതിനേക്കാൾ നന്നായി എൻ്റെ കവിത എന്നോട് സല്ലപിക്കുകയില്ല. എൻ്റെ വരികളിൽ എവിടെയോ ആശ്വാസം കണ്ടെത്തുന്നുവെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതുപോലെ നിർവചിക്കാൻ കഴിയാത്തൊരാശ്വാസം തൻ്റെ ഈണങ്ങളിൽ എവിടെയോ ഞാനും കണ്ടിട്ടുണ്ട്. ഇനിയും പാടൂ. നല്ല ശബ്ദം, ഒരു തലോടലിൻ്റെ താരാട്ടിൻ്റെ സുഖമുള്ള ശബ്ദം. കൂടുതൽ ഈണങ്ങൾക്കായി കാതോർത്തിരിക്കാം.
കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, വയറിന്റെ ഇവിടെ ഒരു പിടുത്തം പോലെ. നടന്നതിന്റെ ആയിരിക്കും. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഇവിടെ ഇരുന്നു, ഞങ്ങൾ നടന്നിട്ട് വരാം. ആ, കുഴപ്പമില്ല, ഞാനും വരുന്നുണ്ട് അമ്മേ. ഓ, അപ്പൊ ഇവനെ കാണാൻ വേണ്ടിയാ അവള് കെട്ടിയൊരുങ്ങി ഇറങ്ങിയതല്ലേ? മോനെ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്നും നടക്കാൻ വരാറുണ്ടോ? ദീപൻ കൃത്യമായിട്ടും വരാറുള്ള സ്ഥലം ഇതാ. ഇപ്പൊ എനിക്ക് കാലിന് വയ്യാതിരിക്കല്ലേ. അച്ഛനും മോനും കൂടെ പൊയ്ക്കോ, ഞാനില്ലാന്ന് പറഞ്ഞ് കേക്കണ്ടേ. എന്നെയും പൊക്കിക്കൊണ്ട് ഇങ്ങ് വരും. എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് കിടന്നാ ഇവരുടെ എക്സസൈസും നടക്കില്ല. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. കാര്യം ശരിയാ, ഇയാൾക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ ഇയാളുടെ കൂടെ ഇങ്ങനെ നടന്ന് ശീലിച്ച് ഇയാളില്ലെങ്കിൽ പിന്നെ എനിക്കും വരാൻ തോന്നുന്നില്ലെന്നേ. അപ്പൊ പിന്നെ ഞാൻ എന്താലോചിച്ചു, കുറച്ച് ഫ്രഷ് എയർ കിട്ടുമല്ലോ, അത്രയും പെട്ടെന്ന് എന്റെ ശ്രീമതി ഇതിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമല്ലോ എന്ന്. അത് നല്ല ചിന്തയാ. സാധാരണ ആണുങ്ങള് ഭാര്യയെ വീട്ടിൽ പൂട്ടിയിടാൻ ഒരവസരം കിട്ടിയ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരാ. അവർക്കൊരു ചീത്തപ്പേരാണ് ദീപൻ. കാലൊടിഞ്ഞാലും കെട്ടിയൊരുക്കിക്കൊണ്ട് വന്നോളും മറ്റുള്ളവരെ കാണിക്കാൻ. എന്നിട്ട് അവന് കിട്ടുന്ന പേര് കണ്ടില്ലേ? നിത്യേച്ചിക്ക് സംസാരിക്കാൻ ആളായല്ലോ. നമുക്കൊന്ന് നടന്നിട്ട് വരാമേ. അയ്യോ വേണ്ട, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. മോൾക്ക് എന്തോ ചെറിയ അസ്വസ്ഥതയുണ്ട്. പിന്നെ ഇവിടെയുള്ള നടത്തം പരിചയമില്ലല്ലോ. മോൾ ഇവരുടെ കൂടെ നിന്നോ. മോള് വാ. എന്തു പറ്റിയടോ? ഇന്നലെ കണ്ടതുപോലെയല്ല, താനിന്ന് ഒട്ടും പ്ലസന്റ് അല്ലല്ലോ. അത് ഞാനും ശ്രദ്ധിച്ചു. വൈകി എഴുന്നേക്കുന്ന ശീലമാണ് അതെനിക്ക്. തന്നെ ഇവരെ പിടിച്ചെഴുന്നേപ്പിച്ചോണ്ട് വന്നാണോ? അല്ല, ഞാൻ വെളുപ്പിന് തന്നെ എണീക്കും. ഒരു കാര്യം ചെയ്യും, താൻ സ്ട്രെയിൻ ചെയ്യണ്ട, നമുക്ക് ഇയാളെ കൊണ്ട് ഒരു റൗണ്ട് പോയിട്ട് വരാം. നിങ്ങൾ നടന്നോ, ഞാനിവിടെ ഇരുന്നോളാം. ആ വാടോ. വാ നിത്തേ, അച്ഛനും മോനും കൂടെ നടക്കുമ്പോ നമുക്കെന്തെങ്കിലും സംസാരിക്കാലോ. ആ വാടോ. അവൻ്റെ ഭാര്യ വീൽ ചെയറിലിരിക്കുന്നത് പോലെ നീ ഇരിക്കുന്ന കാലവും ദൂരത്തല്ല. ഇപ്പം ഈ നടക്കുന്നതിനൊക്കെ നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിച്ചിരിക്കും. അമ്മ നടന്നു, ഞാനിപ്പോ വരാം. നീ എവിടെ പോവാ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ലക്ഷ്മി അവിടെ ഉണ്ടോന്നൊരു സംശയം. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമേ. ആരെയും കണ്ടിട്ടൊന്നും അല്ല. നടക്കാൻ നിനക്ക് കഴിയില്ല, അത്ര തന്നെ. ചെല്ല്.
കുടിച്ച മരുന്നിൻ്റെ ശക്തി അനുസരിച്ച് അവൾ തിരിച്ചു പോകേണ്ട സമയമായി. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മനു, വാട്ട് എ സർപ്രൈസ്. സർപ്രൈസ് എന്നൊന്നും പറയണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഫോളോ ചെയ്ത് വന്നതല്ലേ? ഫോളോ ചെയ്യാനോ? എന്തിന്? അങ്ങനെ വന്നതല്ലല്ലോ. ഇന്ന് അങ്ങനെ വന്നതല്ല. നാളെ മുതൽ വേണമെങ്കിൽ അങ്ങനെ വരാം. വേണോ? എന്നും വരാറുണ്ടോ ഇവിടെ? നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊക്കെ കൃത്യമായി എക്സർസൈസ് ചെയ്യാനൊക്കെ പറ്റുമോ? അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരും. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ. ഓ, പ്രായമായ ആളുകൾ പറയുന്നത് പോലെ പ്രാരാബ്ദത്തിന്റെ കണക്കൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇയാൾക്ക് എന്താ പ്രശ്നം? പഠിക്കുന്നുണ്ട്, പഠിക്കാനുള്ള കാശ് പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ അധികം വൈകാതെ ജോലിയാവും. അത് കഴിഞ്ഞാൽ കല്യാണം. ബെസ്റ്റ്. ആദ്യമായിട്ടാ എന്റെ കല്യാണത്തിനെ കുറിച്ച് ഒരാൾ ചർച്ച ചെയ്യുന്നത്. ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. എന്നാ സംഭവം? കല്യാണം കഴിക്കില്ല എന്നുള്ള ആദർശങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാം ഒന്ന് സെറ്റ് ആവണം. ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോ അവളുടെ കയ്യും പിടിച്ച് നെട്ടോട്ട് ഓടുന്നതിൽ കാര്യമില്ലല്ലോ. അവൾക്ക് പ്രശ്നങ്ങൾ കാണില്ലേ? അതൊക്കെ നടത്തി കൊടുക്കണം. കൂട്ടത്തിൽ എന്റെ സ്വപ്നങ്ങളും പൂവണിയണം. എന്ന് പറഞ്ഞ കല്യാണത്തെക്കുറിച്ച് നല്ല തിയറീസ് ഒക്കെ മനസ്സിലുണ്ട്. കൂട്ടത്തിൽ ആരെങ്കിലും സെലക്ട് ചെയ്തോ? ആരോടെങ്കിലും പ്രണയമുണ്ടോ? പ്രണയം ഉണ്ട്. എനിക്കൊരു പ്രണയമുണ്ട്. കുറെ കാലമായി ഞാൻ ആ പ്രണയത്തിന്റെ പിന്നാലെയാ. രാവും പകലും അത് തന്നെയാണ് എൻ്റെ ചിന്ത. എൻ്റെ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടിയത് ആ പ്രണയം. ആ പ്രണയം എൻ്റെ മനസ്സിലിങ്ങനെ താലോലിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്. അമ്മയൊക്കെ കൂടെ ഉണ്ട്. ഞാൻ ചെല്ലട്ടെ. നിക്ക്. പ്രണയത്തെക്കുറിച്ച് ചോദിച്ചു, പക്ഷെ ഞാനതൊന്നും പറഞ്ഞു പൂർത്തിയാക്കിയില്ല. പ്രണയം ഓരോരുത്തരുടെ സ്വകാര്യതയല്ലേ, അതങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. എന്നിട്ടും താൻ ചോദിച്ചതല്ലേ, അപ്പോ ബാക്കിയും കൂടെ കേക്ക്. +2 കഴിഞ്ഞപ്പോ എന്റെ കൂടെ കൂടിയ പ്രണയത്തിന്റെ പേര് സിവിൽ സർവീസ് എന്നാ. എനിക്ക് സിവിൽ സർവീസ് എടുക്കണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാ. അതായിരുന്നോ? എടോ, അതായിരുന്നെന്ന് ഇത്ര നിസ്സാരമായിട്ടാണ് ചോദിക്കുന്നത്. എടോ, എനിക്കതിനപ്പുറത്തേക്ക് ഒരു പ്രണയമില്ല, ഭ്രാന്തില്ല. താൻ നോക്കിക്കോ, എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാനത് സാധിച്ചെടുക്കും. അത് നടക്കട്ടെ. എന്ത് ഹെൽപ്പിനും ഞാൻ കൂടെ ഉണ്ടാവും. സിവിൽ സർവീസ് ഒക്കെ നേടിക്കഴിയുമ്പോ എന്നെ മറക്കാതിരുന്നാ മതി. ഞാനത്ര നന്ദി കേട്ടവനൊന്നുമല്ല. താൻ ചെയ്യുന്ന ഓരോ സഹായത്തിനും വ്യക്തമായ നന്ദി എന്റെ മനസ്സിലുണ്ട്. ഈ കടങ്ങളൊക്കെ ഞാൻ വീട്ടുക തന്നെ ചെയ്യും. എങ്ങനെ? എങ്ങനെയാണെന്ന് ചോദിച്ചാ, തനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന രീതി എങ്ങനെയാണോ ആ രീതിയിൽ. എന്റെ ഇഷ്ടം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഞാനും നോക്കട്ടെ.
പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. അല്ല, വേദനിക്കുന്നു നീ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി പിടിച്ചു പോവാം. കുഴപ്പമില്ലമ്മേ. അയ്യോ മോളെ, മോളെ വാ. വാ, ഇങ്ങോട്ട് ഇരിക്ക്. അയ്യോ എന്തുപറ്റി നിത്യ? എന്താ മോളെ? ഏയ് നിത്യ, വാട്ട് ഹാപ്പൻ? നിത്യ എന്തുപറ്റി? ദീപൻ, ഒരു ഡോക്ടറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കൂ പ്ലീസ്. ശരിയാണ്. എന്താ പറ്റി? മോളെ നിത്യ, മോളെ. അയ്യോ നിത്യ ചേച്ചി, നിത്യേച്ചി എന്തു ചേച്ചി? ചേച്ചി ചേച്ചി എന്താ പറ്റിയമ്മേ? മോളെ എനിക്കറിയില്ല, അല്ലാതെ വോമിറ്റ് ചെയ്തു. ചേച്ചി വെള്ളം കൊടുക്ക. ആൻഡി, ഹീസ് എ ഡോക്ടർ. കയ്യും കാലും ഒന്ന് തിരുമ്മിക്കൊടുക്ക്. ഞാനൊഴിച്ച് വേറെ എല്ലാവരും എൻ്റെ ഭാര്യയെ തൊട്ട് തലോടാൻ വേണ്ടി മത്സരിക്കുകയാണല്ലോ.